എങ്ങനെയുണ്ട്? നോർമലാ. അങ്ങനെ വരാൻ വഴിയില്ലല്ലോ. എന്താ പ്രഷർ കൂട്ടിത്തരണോ? അതിനുള്ള വകുപ്പുണ്ട് ഇവിടെ. ഹലോ, ഒരു നാഷണൽ ഫിഗറിനോടാ സംസാരിക്കുന്നത്, അത് മറക്കണ്ട. എന്ത് ഫിഗർ ആണെങ്കിലും ഇതിനകത്ത് വരുമ്പോ വേറൊരു പേഷ്യന്റാ അല്ലേ സർ? എന്താ കുട്ടിയുടെ പേര്? സുകന്യ. How are you, ബാബുജി? ഫൈൻ. ഒന്നും പറയണ്ട, പേഷ്യന്റിന്റെ കാര്യം ആലോചിച്ച് നല്ല തമാശ. സുകന്യ, സർ. എന്താടോ പഴയ നമ്പൂരി സാറിനെ താൻ മറന്നുവല്ലേ? അയ്യോ സർ, ഞാൻ ശ്രദ്ധിച്ചില്ല. അതും സാറിന് ഇവിടെ ഈ വേഷത്തിൽ ഞാൻ ഒട്ടും പ്രതീക്ഷിച്ചില്ല. കോളേജിൽ എന്നെ പഠിപ്പിച്ചിരുന്ന സാറാ. നമ്പൂരി സാറെന്നാ എല്ലാവരും വിളിക്കാറ്. സാറിന്റെ ഏറ്റവും പെറ്റ് സ്റ്റുഡന്റ് ഞാനായിരുന്നു. കുട്ടികളെ പഠിപ്പിച്ചിരുന്നപ്പോ സാറിന് പെട്ടെന്നൊരു IPS മോഹം വന്നു. ഹൗ ഈസ് യുവർ പ്രൊഫഷൻ സർ? ഇറ്റ്സ് ഓക്കെ. ന്യൂട്ടന്റെ തലയിൽ ആപ്പിൾ വീണ കഥ കുട്ടികൾക്ക് പറഞ്ഞു കൊടുക്കുന്ന സുഖമൊന്നും ഇതിലില്ല കുട്ടി. IPS പരീക്ഷ റാങ്കോടെ പാസ്സായവൻ, കോളേജിന്റെ പടിവാതിൽ പോലും കാണാത്തവന്റെ റാൻമൂളി. അതാണ് പോലീസ് ഡിപ്പാർട്ട്മെന്റ്. അകത്തൊരു VIP കിടപ്പുണ്ട്. ഇപ്പൊ അങ്ങേരുടെ കൂടെ ഞങ്ങൾ കണ്ടിരുന്നു. ആ ഗ്രേറ്റ് ഫിഗറിന്റെ നാടിമിടിപ്പ് പരിശോധിക്കാനുള്ള ഭാഗ്യവും കിട്ടി. പിന്നെ ഭയങ്കര ഭാഗ്യമല്ലേ അത്? എന്താ സർ, പോലീസുകാരനായപ്പോ രാഷ്ട്രീയക്കാരോട് പുച്ഛം തോന്നി തുടങ്ങിയില്ലേ? ഞാനൊരു തമാശ പറഞ്ഞതല്ലേ. ആട്ടെ, വീട്ടിലെല്ലാവർക്കും സുഖല്ലേ? നിന്റെ ഒരു ചെക്കൻ ഉണ്ടായിരുന്നല്ലോ, അവൻ എന്ത് ചെയ്യണു? ആ സേതുരാമപട്ടർ. അപ്പൊ സാറൊന്നും മറന്നിട്ടില്ല. ഡോക്ടറായി പോസ്റ്റിംഗ് ആയിട്ട് മതി കല്യാണം എന്നാ തീരുമാനം. ഞാൻ സാറിനെ വിളിക്കും, വരണം. ഓ ഗുഡ്. ഡോക്ടർ സുകന്യ വെഡ്സ് സേതുരാമൻ. അങ്ങനെ ഒരു ഇൻവിറ്റേഷൻ എന്റെ മേശപ്പുറത്ത് വന്നാൽ ഞാൻ തീർച്ചയായിട്ടും വരും. ഓക്കെ, ഡൺ. വരട്ടെ സർ. കം ഓൺ. காஞ்சிபுரத்து ரமணிக்கு ஒரு லெட்டர் வந்தாச்சு. இந்த தடவை தீபாவளிக்கு வர முடியாதுன்னு. அதென்ன அப்படி? போன வாரம் தானே எனக்கு லெட்டர் வந்தது, கண்டிப்பா வருவேன்னுட்டு. என்னவோ மணி அண்ணனுக்கு லீவு எடுக்காது. ആരുടേതാ ഇത്? വിളക്കിന് ചോട്ടിലാണ് ഇതൊക്കെ കൊണ്ടുവെക്കുന്നത്. അറിയാതെ വെച്ചു പോയതാവും. അതിനെന്തിനാ ഇങ്ങനെ ബഹളം വെക്കുന്നേ? അങ്ങോട്ട് മാറ്റി വെച്ചാ പോരെ എന്ന് പറഞ്ഞാ എങ്ങനെയാ? അയ്യോ, അതെന്റെയാ. എന്താ കുട്ടിക്ക് ഇത്ര കറിയില്ലേ? ഇതൊന്നും കയ്യിലിരിക്കില്ലേ? സോറി. എന്ത് സോറി? അമ്പലത്തിലാ കോട്ടും കുഴലും. കുഞ്ഞേ, ഡോക്ടറാണല്ലേ? അല്ല, പഠിക്കുക, ഹൗസ് സർജൻസി. ഓ, പതിവായി ക്ഷേത്രത്തിൽ വരാറുണ്ടോ? ഇല്ല, വല്ലപ്പോഴും. ഈ ക്ഷേത്രത്തിന്റെ പ്രത്യേകതയെ കുറിച്ച് വല്ലതും അറിയാവോ? 41 ദിവസം മുടങ്ങാതെ കുളിച്ചു തൊഴുതാൽ മുടങ്ങിക്കിടക്കുന്ന വിവാഹം നടക്കുമെന്നാ. എന്റെ മോന് വേണ്ടി ഒരു നേർച്ചയുണ്ടായിരുന്നു. അതിനാ ഞങ്ങൾ വന്നത്. ഇന്ന് 41 തികഞ്ഞു. നല്ല ഉദ്യോഗം, നല്ല പഠിത്തം, അത്യാവശ്യം ജീവിക്കാൻ വേണ്ട വക ഇതൊക്കെ ഉണ്ട്. പിന്നെ ദാമ്പത്യം, അതില്ലെങ്കിൽ പിന്നെ എന്തിനാ ഇതെല്ലാം? ഇതാണ് നമ്മുടെ സന്തതി. നമസ്കാരം മോനെ ഹർഷ. പേര് ചോദിച്ചില്ല. സുകന്യ. ഇവിടെ അടുത്താണോ താമസം? അല്ല, താമസം ഹോസ്റ്റല്ല. വീട് വേദാനന്ദപുരത്താ. വേദാനന്ദപുരം? അത് കുറച്ച് ദൂരെയല്ലേ? ബ്രാഹ്മണാണല്ലേ? അതെ. ഓഹോ, അത് ശരി. സുകന്യ, വാ പോലാം. വരട്ടെ. எதுக்கடி இப்படி கத்துற? தோ அங்கத்தான் வச்சிருக்கு. ஏய் விமலா, உங்ககிட்ட எத்தனை வாட்டி சொல்லிருக்கு அப்பாவை தொந்தரவுப்படுத்தாதுன்னு? எல்லாத்துக்கும் அவர் ஒருத்தர் தானே இருக்காரு. இவ எப்படி இப்படி தானேக்கா? எல்லாத்துக்கும் அப்பா வேணும். சும்மா போய் சொல்றதுக்கா? போதும் போதும். கமலா, நீ ஏன் சாப்பிடலையே? எடுத்து வச்சிட்டு அப்படியே இருக்குது. சுகன்யா, நீ சொல்லு. படிக்கிற பண்ணு, சாப்பிட மாட்டேன். கோலம் பாத்தியா? கமலா, சாப்பிடுமா. இது வச்சுக்கோ. ஐயோ, எதுக்குப்பா? போன வாட்டி கொண்டு போனது அப்படியே ஹாஸ்டல்ல இருக்கு. பரவாயில்லை, இருக்கட்டும். சுகன்யா, ஃபீஸுக்குள்ள பணம் சேதுகிட்ட கொடுத்திருக்கேன், வாங்கிக்கோ. சரிப்பா.
സുകന്യ ശീഘ്രം വാ സുകന്യ ഇപ്പോഴേ 10 നിമിഷം ലേറ്റ് ആச்சு ப்ளூ ஸ்டார் பஸ் மிஸ் ஆச்சுன்னு யாத்திரை முடிஞ்சிடும் இதோ வந்துட்டேன் சேதுராமா நீ திரும்பி வரும்போது நம்ம மீனாட்சியோட அப்ளிகேஷன் ஃபார்ம் கூட வாங்கிட்டு வா. சரியாப்பா கோச்சுக்காத கண்ணா ஐம் ரெடி லேட் ஆச்சு வரேன்ப்பா வரேம்மா சீக்கிரம் வா வரேன் பாட்டி கண்ணா ஐயோ எதுக்கு செய்து இதெல்லாம் வாங்குனேன் ഹോസ്റ്റലിലെ ഫ്രണ്ട്സുക്കെല്ലാം കൂടെ നല്ല ഫസ്റ്റ് ക്ലാസ് അലിവാക്കും പാര് பேக்ல இடமே இல்ல கொடு ஏய் சேவ் പാടി